നമസ്കാരം. പിണറായിയുടെ 10 വർഷം നീണ്ട ദുർഭരണം അവസാനിക്കുമെന്നും UDFിന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ ഉണ്ടാകുമെന്നും ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ഇപ്പോഴും നേരിയ പ്രതീക്ഷയുള്ള പോരാളി ഷാജിമാർ ബാക്കിയുള്ളത് നല്ലത് തന്നെ. പക്ഷേ UDFിന്റെ സർക്കാർ ചുമതലയേൽക്കുമെന്ന് തീർച്ചയാണ്. ആര് മുഖ്യമന്ത്രിയാവും എന്ന കാര്യത്തിൽ മാത്രമേ തർക്കം ബാക്കിയുള്ളൂ. രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ VD സതീശനോ 3 പേരിൽ ഒരാൾ ആകുമെന്ന് ഉറപ്പാണ്. ആരായാലും അവരെ കാത്തു നിൽക്കുന്നത് സമാനതകളില്ലാത്ത വെല്ലുവിളിയാണ്. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ ഭരിച്ചതുപോലെ ആയിരിക്കില്ല രാഷ്ട്രീയ വെല്ലുവിളി. ഒരു ഹർത്താൽ പോലും നടത്താതാണ് ഈ സർക്കാരിനോട് പ്രതിപക്ഷം സഹകരിച്ചതെങ്കിൽ ഇനി ഹർത്താലുകളും പൊതുമുതൽ നശിപ്പിക്കലും സമരങ്ങളും മാത്രമായിരിക്കും ചുറ്റുമുള്ളത്. അതിനേക്കാളൊക്കെ ഭയാനകമാകുന്നത് CPMന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന വർഗീയ പ്രചരണമാണ്. AK ബാലൻ ഇപ്പോൾ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കി കഴിഞ്ഞു. ലീഗ് ഒരു വശത്ത് നിൽക്കുന്നതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വളഞ്ഞിട്ടുള്ള ആക്രമണമായിരിക്കും CPM നടത്തുന്നത്. CPM ഏതാണ് BJP ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത വർഗീയ പ്രചരണങ്ങൾ ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഉണ്ടാവാനിരിക്കുന്നതേയുള്ളൂ. അതിനിടയിൽ ഈ സർക്കാർ നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയെക്കുറിച്ച് കൂടി ചർച്ച ചെയ്യാതിരിക്കുന്നത് അനുചിതമാകും. 1 രൂപ ബാക്കിയില്ലാത്ത ഒരു ഖജനാവ് അവശേഷിപ്പിച്ചാണ് പിണറായി പടിയിറങ്ങുന്നത്. എങ്ങനെയാണ് ധനകാര്യം കൈകാര്യം ചെയ്യേണ്ടത് എന്നുപോലും അറിയാത്ത ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു പാവത്താനായിരുന്നു ധനമന്ത്രി. അതിനു മുമ്പ് 5 വർഷം ഭരിച്ചതാവട്ടെ പാഠപുസ്തകത്തിൽ മാത്രം ധനകാര്യം പഠിച്ച പ്രായോഗിക ജ്ഞാനം ലവലേശമില്ലാത്ത തോമസ് ഐസക്കും. ഈ 2 പേരും ചേർന്ന് നമ്മുടെ ഖജനാവിനെ മച്ചിപ്പശുവാക്കി മാറ്റി. ഇനി ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രി ആരാണെങ്കിലും തൊഴുത്തു മാറ്റി കിട്ടിയിട്ട് പോകുന്നത് മച്ചിപ്പശുവിനെ തന്നെയാണെന്ന് തീർച്ച. എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കും എന്നതാണ് നിർണായകമായ സംഗതി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം കോടി രൂപയായിരുന്നു പൊതുകടമെങ്കിൽ അതിപ്പോൾ ഏതാണ്ട് 6 കോടിയായി മാറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ മാസവും തിരിച്ചടയ്ക്കേണ്ട പലിശ എന്ന് പറയുന്നത് കോടികളാണ്. നികുതി പിരിവ് വർദ്ധിപ്പിക്കുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്താലും പലിശ അടയ്ക്കാനും ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും പോലും സർക്കാർ വരുമാനം തികയാത്ത സാഹചര്യമാണുള്ളത്. അതിനൊപ്പമാണ് കരാറുകാർ അടക്കമുള്ളവർക്ക് കൊടുക്കാനുള്ള കോടികളുടെ ബാധ്യത. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 2700 കോടി രൂപ കൊടുത്തിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വോട്ട് പിടിക്കാൻ അവർക്ക് ശമ്പള പരിഷ്കാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ശമ്പള പരിഷ്കാരം നടപ്പിലാക്കണമെങ്കിൽ 25,000 കോടി രൂപ അധികം കണ്ടെത്തണം. പഴയ ശമ്പള കുടിശ്ശികയുടെ ബാക്കി കൊടുക്കാനുള്ള DA കുടിശ്ശിക 20,000 കോടിയിലേറെയാണ്. വിരമിച്ച സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക 10,000 കോടിയോളമാണ്. 1 ലക്ഷം കോടിയിലധികം രൂപയുടെ പ്രഖ്യാപനങ്ങളാണ് കിഫ്ബിയുടെ പേരിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏതാണ്ട് പ്രതിമാസം 3,200 കോടി രൂപ കിഫ്ബിയുടെ വായ്പാ തിരിച്ചടവുണ്ട്. അതിൻ്റെ കൂടെയാണ് ഇനി പ്രഖ്യാപിച്ചിരിക്കുന്ന കോടികളുടെ പദ്ധതി നടപ്പിലാക്കുകയും അതിന് പലിശ അടയ്ക്കുകയും ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ കമ്മി ഈ വർഷം 42,000 കോടിയാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2025 അത് 28,227 കോടിയായിരുന്നു. 2025 നവംബർ ആയപ്പോൾ 37,788 കോടിയായി. 2026 മാർച്ച് മാസത്തിലെ കണക്ക് ക്ലോസ് ചെയ്തപ്പോൾ ധനക്കമ്മി 42,000 കോടിയാണ്. സർക്കാർ ജീവനക്കാർക്ക് 5 ഗഡു ക്ഷാമബദ്ധ കുടിശ്ശികയുണ്ട്. എന്നുവെച്ചാൽ 13%. ഈ കോടികൾ എവിടെ നിന്നെത്തും എന്ന് സർക്കാരിന് ഒരു ധാരണയുണ്ടാവില്ല. ശമ്പള പരിഷ്കരണത്തിന് 20,000 കോടിയിലേറെയും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ അടക്കം കുടിശ്ശിക 10,000 കോടിയോളം വേണ്ടിവരും. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി 1.24 ലക്ഷം കോടിയുടെ പദ്ധതികൾ ഏറ്റെടുത്തിട്ടുണ്ട്. നിലവിൽ പ്രതിമാസം 3,200 കോടിയാണ് തിരിച്ചടവ്. ഇത് 3 ഇരട്ടിയായി മാറും. നികുതി വരുമാനം 83,731 കോടിയായി വർദ്ധിച്ചെങ്കിലും ചെലവ് 1.92 ലക്ഷം കോടിയിലെത്തി. അതുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ കടമെടുക്കേണ്ടി വരും. കടമെടുപ്പിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ കടുംപിടുത്തം മറക്കരുത്. താൽക്കാലിക അനുമതി വാങ്ങി തൽക്കാലം പിടിച്ചു നിൽക്കുന്നു എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ 1 രൂപ കയ്യിലെടുക്കാനില്ലാത്ത ഖജനാവുമായി പുതുതായി അധികാരത്തിലെത്തുന്ന സർക്കാരിനെ കടം വാങ്ങാൻ പോലും വഴികളില്ല എന്നതാണ് കഷ്ടം. 10 വർഷം കൊണ്ട് CPM സഹയാത്രികരും നേതാക്കന്മാരുടെ ഭാര്യമാരും ശതകോടികൾ അടിച്ചു മാറ്റിയതിൻ്റെ കണക്കെടുത്ത് വരുമ്പോഴേക്കും ഖജനാവിൽ പെറ്റുകിടക്കുന്ന പൂച്ച വീണ്ടും വീണ്ടും പെറ്റുകൊണ്ടിരിക്കും.